അങ്ങനെ ഒഫീഷ്യലി കൺഫേം ആയിരിക്കുന്നു എന്ത് സ്പൈഡർമാന്റെ ട്രെയിലറാണ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് വെയിറ്റഡ് ട്രെയിലർ എവർ ഇൻ ദ ഹിസ്റ്ററി എന്ന് തന്നെ പറയാം. എന്നെ നമ്മൾ പറയുന്നത് എത്ര നാളായിട്ട് ഒരു എൻഡ് ഗെയിമിനേക്കാൾ കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രെയിലർ ആയിക്കൊണ്ടിരിക്കുക എന്നല്ല ആയിക്കഴിഞ്ഞു സ്പൈഡർമാൻ നോ വേ ഹോം. ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒന്ന് നമ്മുടെ സ്പൈഡർ വേഴ്സ് ആണ്. പിന്നെ നമ്മുടെ ലോക്കി മൾട്ടിവേഴ്സ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്ന എല്ലാവരും തന്നെ വിചാരിക്കുന്ന ആദ്യത്തെ സിനിമയും സ്പൈഡർമാൻ നോ വേ ഹോം ആണ്. നമുക്കറിയാം ഷാൻജി എറ്റേണൽസും ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല മൾട്ടിവേഴ്സുമായിട്ട് ഇതിന് ബന്ധം കാണുമെന്നോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രീതിയിലുള്ള ഒരു ലിങ്കേജ് കിട്ടുമെന്ന്. എനിക്ക് തോന്നുന്നത് ഏതായാലും മാർവൽ ലോക്കിയുടെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങുന്ന ഒരു മൂവി ഫേസ് സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് തന്നെയായിരിക്കും. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷാൻജിയും എറ്റേണൽസും ഇറങ്ങാനുണ്ടല്ലോ, അത് കണ്ടിട്ട് ബാക്കി പറയാല്ലേ. സോ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ട്രെയിലർ എന്നിറങ്ങും. കറന്റ് ആയിട്ട് 3 റൂമറാണ് ഉള്ളത്. പിന്നെ സ്പൈഡർമാന്റെ ഒറിജിനൽ സ്പൈഡർമാൻ റീഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ചൂടേറിയ കുറച്ച് ന്യൂസ്. ആൻഡ് ലാസ്റ്റ് ഫൈനൽ നോട്ട് ബട്ട് ലീസ്റ്റ് വെനത്തിന്റെ ട്രെയിലറിൽ നമ്മൾ അതിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയത് കണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. എന്റെ പേര് ആൽവിൻ AKA ടോക്സ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്പൈഡർമാൻ നോ വേ ഹോം അപ്ഡേറ്റ്സ് പ്ലസ് വെനം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ നോ വേ ഹോമിന്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ആദ്യത്തെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, എന്റെ ചാനലിൽ എന്നും കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ റീഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്ന്. ചില റീഷൂട്ടിംഗ് സൈറ്റ്സ് അല്ലെങ്കിൽ നേരത്തെ ഷൂട്ട് ചെയ്ത സൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ക്യാമറയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അതിൻ്റെ മെയിൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റീഷൂട്ട് തുടങ്ങുന്നതെന്ന്. ബട്ട് കഥ വരുന്നത് ഇവിടെയാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലോസ് ഏഞ്ചൽസിലാണ് ഇപ്പൊ സ്പൈഡർമാന്റെ റീഷൂട്ടിങ് ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പറയാം. അപ്പൊ ലോസ് ഏഞ്ചൽസിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ 3 സ്പൈഡർമാനെ കണ്ടു. അതായത് ടോം ഹോളണ്ട് ഒബ്വിയസ്ലി നമുക്കറിയാം റീഷൂട്ടിങ് നടക്കുന്നുണ്ട്. ആൻഡ്രൂ ഗാർഫീൽഡും ടോബി മഗ്വയറും അതേസമയം ആ ആഴ്ചകളിൽ അവിടെ കാണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്പൈഡർ വേഴ്സ് കൺഫേം ആയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈവൻ അവരുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു ഇത് വന്നിട്ടില്ല. കാരണം എല്ലാ ഫാൻ തിയറീസും പറയുന്നുണ്ട് ഉറപ്പായിട്ട് സ്പൈഡർമാനിൽ 3 സ്പൈഡർമാൻ വരും. ഈവൻ ഗൂഗിളിലെ ഗൂഗിളിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും പറയുക, ഗൂഗിളിൽ ഫസ്റ്റ് കാസ്റ്റിംഗ് ലിസ്റ്റിൽ 3 സ്പൈഡർമാനും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ അത് അപ്ഡേറ്റ് ആയിട്ട് ടോം ഹോളണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും സ്പൈഡർ വേഴ്സ് ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ബട്ട് അതിൻ്റെയും കൂടെ ഇച്ചിരി കൂടെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോയിൻസിഡന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ലോസ് ഏഞ്ചൽസിൽ നടന്നുകൊണ്ടിരിക്കുന്ന റീഷൂട്ടിങ്ങിൽ ടോം ഹോളണ്ട് അവിടെ ഉണ്ട് നമുക്കറിയാം. ബട്ട് അതേസമയം അവിടെ ആൻഡ്രൂ ഗാർഫീൽഡും ടോബി മഗ്വയറും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. റൂമേഴ്സ് അല്ല, അതിന് കൃത്യമായ തെളിവും ഫോട്ടോസും സഹിതം ഉണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല ഇതൊരിക്കലും ഒരു കോയിൻസിഡന്റ് ആയിട്ട് അവർ വരുന്നതാണോ എന്ന്. ടോം ഹോളണ്ട് ഈ ഇടയ്ക്ക് പറഞ്ഞത് ലോസ് ഏഞ്ചൽസിൽ ഞങ്ങൾ സൂയിസൈഡ് സ്ക്വാഡ്, അതായത് കഴിഞ്ഞ ദിവസം ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ആൻഡ്രൂ ഗാർഫീൽഡും നമ്മുടെ ടോം ഹോളണ്ടും ടോബി മഗ്വയറും ലോസ് ഏഞ്ചൽസിൽ കാണപ്പെട്ടതെന്ന് പറഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ സൂയിസൈഡ് സ്ക്വാഡ് പ്രീമിയർ കാണാൻ പോയതാണെന്നാണ് പറഞ്ഞത്. ഏതായാലും സൂയിസൈഡ് സ്ക്വാഡിന്റെ ഇത് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയായിരുന്നു, പൊളിച്ചാനായിരുന്നു കേട്ടോ. അപ്പം അത് വിട്, നമുക്ക് ഇതിലേക്ക് കിടക്കാം. സോ എനിക്ക് തോന്നുന്നില്ല ഇതൊരു കോയിൻസിഡന്റ് ആയിരിക്കും. ഒബ്വിയസ്ലി സ്പൈഡർ വേഴ്സിലെ ആ ഒരു ഷൂട്ടിങ്ങിന് റീഷൂട്ടിങ് കാര്യങ്ങൾ ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിരിക്കും ഇവർ 3 പേരും വന്നത്. ബട്ട് ഇവർ 3 പേരും അഡ്മിറ്റ് ചെയ്യുന്നില്ല. സിനിമയുടെ ഹൈപ്പ് കുറയ്ക്കുമെന്ന് അർത്ഥമാണോ? ഒരിക്കലുമില്ല. സ്പോയിൽ ചെയ്തെന്ന് അർത്ഥമാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു റീസൺ തന്നെയാണ്. ബട്ട് ഹൈപ്പ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഈ ഒരു റീസൺ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നിൽക്കുന്നത് തന്നെ ഈ ഒരു 3 സ്പൈഡർ വേഴ്സ് ആണ്. ഇവരെല്ലാം കൂടെ വരുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Hey everyone. Hey Peter Parker. അതുകൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സോണിയുടെ വർക്കേഴ്സ് ആയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കേഴ്സ് ആയിട്ടുള്ള കുറെ പേര് ഫാൻ തിയറീസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിന്റെ സ്പൈഡർമാന്റെ സ്റ്റോറി ഇതാണ് ഇതൊക്കെയാന്നൊക്കെ പറഞ്ഞു. അത് സോണിയുടെ പ്രൊഡക്ഷൻ വർക്കേഴ്സിലുള്ളതാണെന്ന് കൺഫേം ആണ്. എന്നിട്ട് എന്തുകൊണ്ട് സോണി ഇവരെ ഫയർ ചെയ്യുന്നില്ല? ഇവന്റെ ഒരു ബിഗ് മൂവി സ്പോയിൽ ചെയ്യുന്ന ഇവരെ എന്തുകൊണ്ട് ഫയർ ചെയ്യുന്നില്ല എന്ന് ഒരു ഇതേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത്രയും പറയുന്ന ഒരു കാര്യമില്ലായിരിക്കും. ഏറ്റവും അവസാനം നോ വേ ഹോമിൽ ഒരു സ്പൈഡർമാനെ കാണത്തുള്ളൂ. ബട്ട് സിനിമയുടെ മാർക്കറ്റിംഗ് വാല്യൂ കൂട്ടാൻ ഇവർ തന്നെ ഹൈപ്പ് ചെയ്യുന്ന ഒരു ടാർഗറ്റിംഗ് ടാക്ടിക്കൽ മൂവ് ആണെങ്കിലോ അത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് സോണി ഇവരെ ആരും ഫയർ ചെയ്യുന്നില്ല? മേജർ സ്പൈഡർമാൻ തിയറീസ് എല്ലാം ഇറക്കി വിട്ടേക്കുന്നത് സോണിയുടെ മാർവലിന്റെ പ്രൊഡക്ഷൻ കമ്പനീസ് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണ്. അല്ലാതെ കുറെ യൂട്യൂബേഴ്സ് അല്ല ഞങ്ങളെ പോലെയുള്ള കുറച്ച് മേക്കപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവരാ. അന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ചെയ്തവരെക്കാളും ഏറ്റവും കൂടുതൽ പുറത്തു വിട്ടേക്കുന്ന ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നവരാണ്. സോ സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഏതായാലും അതാണ് ഒന്നാമത്തെ ലീക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3 പേരും വീണ്ടും റീഷൂട്ടിങ്ങിന് വന്ന പോലെ ഏകദേശം കൺഫേം ആയി. സ്പൈഡർ വേഴ്സ് മൾട്ടിവേഴ്സ് കൺഫേംഡ് ആയിട്ടുണ്ട് നോ വേ ഹോമിൽ എന്ന് പറയാം.
അതുകൂടാതെ തന്നെ നമ്മുടെ മാറ്റ് മർഡോക്ക് ഡെയർ ഡെവിളിന്റെ ഒരു ക്യാരക്ടർ നമ്മുടെ ആ ഒരു സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞാണ് മാറ്റ് മർഡോക്ക് ആണ് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ സ്പൈഡർമാന്റെ ലോയർ ആയിട്ട് വരുന്നതെന്ന്. സോ ആ ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്യുന്ന ആ ഒരു മാറ്റ് മർഡോക്ക് എന്ന് തന്നെ പറയാം, പുള്ളിനെ ലോസ് ഏഞ്ചൽസ് കാണപ്പെട്ടിട്ടുണ്ട്. സോ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആ കഥയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഫേക്ക് കഥയാണെങ്കിലും ഇതുമെല്ലാം ആയിട്ട് ഒരു ലിങ്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കഥ നമ്മൾ അന്ന് ചാനലിൽ ഇട്ടത്. അത് കണ്ടിട്ടില്ലാത്തവരാണ് ഇപ്പൊ തന്നെ പോയ ചാനൽ ചെക്കൗട്ട് ചെയ്ത് ആ കഥയൊന്ന് കണ്ടു നോക്കുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. സോ ഇതെല്ലാം കൂടെ ഒരു കോയിൻസിഡന്റ് ആയിട്ട് ഒരിക്കലും സംഭവിക്കുകയില്ല. ഈവൻ ദോ 3 സ്പൈഡർമാൻ ഒരുമിച്ച് ആ ഒരു സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ബട്ട് ഇവരെല്ലാം കാണപ്പെടുന്ന രാത്രിയിലാണെന്ന് പറയുന്നത്. ഇവർ രാത്രിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും പകലിൽ ആരും കാണാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്പോയിൽ ആയിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും സംഭവം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഇതൊരു കോയിൻസിഡന്റ് അല്ല. ഏതായാലും ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞു ലോക്കി കഴിഞ്ഞ് മൾട്ടിവേഴ്സ് ഓപ്പൺ ആകുന്നതിന്റെ ഒരു സീക്വൻസ് തുടങ്ങുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ നോ വേ ഹോം ആയിരിക്കും. ഷാൻജിയും എറ്റേണൽസും ഉണ്ടായാൽ തന്നെ എനിക്ക് തോന്നുന്ന മൾട്ടിവേഴ്സിന്റെ ഒരു ഓപ്പണിംഗ് ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഈ ഒരു സ്പൈഡർമാൻ നോ വേ ഹോം ആയിരിക്കും. അതിന്റെ ഒരു ലിങ്കേജ് ആയിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ സ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളറും നമ്മുടെ ലോക്കിയുടെ കൺട്രോളറും പിന്നെ നമ്മുടെ ഡോക്ടർ സ്റ്റീവൻ സ്ട്രേഞ്ചിന്റെ കൺട്രോളറും ഇവരെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടെന്ന് ഇവർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോക്കിയുടെ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡോക്ടർ സ്റ്റീവൻ സ്ട്രേഞ്ചിന്റെ ആ ഒരു കോ റൈറ്ററിനോട് ചോദിക്കണം, അല്ലാതെ എനിക്ക് എടുത്ത് ചാടി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം കണക്റ്റഡ് ആവുന്നു. ബട്ട് ആ ഒരു ബേസിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോ വേ ഹോം ആയിരിക്കും മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ആവുന്നതിന്റെ ആദ്യത്തെ ഒരു മൂവി. ഷാൻജിയും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഷാൻജിയുടെ ഏറ്റവും അവസാനം പോസ്റ്റ് ക്രെഡിറ്റിൽ വല്ലതും കാണാനോ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ എറ്റേണൽസിനും പോസ്റ്റ് ക്രെഡിറ്റ് കാണും ഉറപ്പായിട്ടും. അതിന്റെയും ഒരു അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നോ വേ ഹോം തന്നെയായിരിക്കും അതിന്റെ ഒരു കീ. പിന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗോ ലീക്ക് ആയിരുന്നു നമ്മുടെ സ്പൈഡർമാന്റെ സ്യൂട്ട്. അത് ഏകദേശം കൺഫേം ആണെന്ന് മാർവൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ലീഗോ ഈ കഴിഞ്ഞ ദിവസം, അതായത് വെനം സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയ ദിവസം ഒരു ലീഗ് ഉണ്ടായിരുന്നു. ആ ലീഗോയിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇതായിരുന്നു. അതിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ ഒരു ടോയുടെ അടിയിൽ എഴുതി വെച്ചിരുന്ന ഇതായിരുന്നു, മൾട്ടിവേഴ്സൽ കോൺസിക്വൻസസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ ഒക്ടോപസിന്റെ ആ ഒരു ലീഗോ ഉണ്ടായിരുന്നു. അതിന്റെ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു അൺലിമിറ്റഡ് പോസിബിലിറ്റീസ്. ആൻഡ് ഫൈനലി സ്പൈഡർമാന്റെ പുതിയ ഒരു ആ ഒരു സോംബി ലൈക്കിന്റെ ആ ഒരു ലീഗോയുടെ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ഫ്യൂച്ചർ ഓഫ് മൾട്ടിവേഴ്സ് എന്നായിരുന്നു. ബട്ട് ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ലീഗോ ലീഗ്സ് ഒരിക്കലും ചതിക്കുകയില്ല. മിക്കവാറും ആ ഫണ്ട് റൈസർ എല്ലാം കൂടെ ഫണ്ട് റൈസർ അല്ലല്ലോ, ആ ഒരു മാർക്കറ്റിംഗ് വാല്യൂ അവരെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കണക്ഷൻ വെച്ച് അവരെടുക്കാതിരിക്കുകയില്ല. അങ്ങനെ തന്നെയായിരുന്നു ആ സ്യൂട്ടിന്റെ കാര്യവും ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ലീഗോ ലീഗിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. പിന്നെ നമുക്കറിയാം ഒബ്വിയസ്ലി കറക്റ്റ് ആയിട്ട് ഉറപ്പിച്ച 2 വില്ലന്മാരെന്ന് പറഞ്ഞ ഡോക്ടർ ഒക്ടോപസും ഇലക്ട്രോയും മാത്രമാണ് സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഇതുവരെ ഉറപ്പിച്ചിട്ടുള്ള കറക്റ്റ് വില്ലൻ എന്ന് തന്നെ പറയാം. ബട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു വില്ലൻ ഉണ്ട്. ആ വില്ലന്റെ പേര് ഇപ്പൊ ഞാൻ പറയുന്നില്ല, അത് അറിയാമെങ്കിൽ കമന്റ് ചെയ്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സോണിയുടെ ആ ഒരു മൾട്ടിവേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സോണി കണക്ഷൻ എങ്ങനെയായിരിക്കും. കാരണം നമുക്കറിയാം വെനം ലെറ്റ് ദെയർ ബി കാർണേജിന്റെ ആ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫുൾ ഔട്ട് ആ ഒരു മാർക്കറ്റിംഗ് വാല്യൂ എടുത്തിരിക്കുന്ന സോണി തന്നെയാണ്. സോണിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മാർവലിന്റെ കെവിൻ ഫീഗി പോലത്തെ സോണിയുടെ പ്രസിഡന്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നോക്കാം സ്പൈഡർമാൻ നോ വേ ഹോം കഴിഞ്ഞിട്ട് വെനം എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ മിക്കവാറും സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ അവസാനം എങ്ങനെ വെനം വരാൻ ചാൻസ് ഉണ്ടോ, വെനം വരുമെന്നല്ല പറഞ്ഞ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എങ്ങനെ കാണിക്കാൻ ചാൻസ് ഉണ്ടോ. ഏതായാലും എന്റെ രീതിയിൽ അഭിപ്രായം വെച്ച് കാണിക്കാൻ ചാൻസ് ഇല്ല. സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മൾട്ടിവേഴ്സ് തുറക്കുന്നത് തന്നെയായിരിക്കും. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഒരു പ്രീക്വൽ ആയിരിക്കും അതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഇടയ്ക്ക് വമ്പൻ വൈറലായ ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഒരു ലീക്ക് ഫോട്ടോയാണ്. അതായത് സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ചും കൂടെ സംസാരിക്കുന്നത്. അതായത് സ്പൈഡർമാൻ ഒരു ഇതിന്റെ മണ്ടലിൽ നിൽക്കുന്നു, ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു സെൻട്രത്തിന്റെ അടിയിൽ നിൽക്കുന്നു. നമ്മൾ ഒബ്വിയസ്ലി പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഒരു ബിഗ് മെജോറിറ്റി റോൾ ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്പൈഡർമാൻ അത്ര രീതിയിൽ ഞെട്ടുന്ന ഒരു ഷോട്ട് പോലെ അല്ല കാണിച്ചേക്കുന്നത്. കാരണം മാർവൽ തന്നെ പുറത്തു വിട്ടേക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, സ്പൈഡർമാനും MJയും അതായത് മിജലെ ജോൺസും നമ്മുടെ സ്വന്തം നെഡും കൂടെ ഒരുമിച്ച് മണ്ടയിലോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു സാധനം, എന്തോ പ്രകാശമായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് നമ്മുടെ പോർട്ടലൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴുള്ള ഒരു എഫക്റ്റ് അവരുടെ മുഖത്തെ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്തായിരിക്കാം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ ഇവർ 3 പേരും കാണുന്നത്. ബട്ട് അത് തന്നെയായിരിക്കും ഫസ്റ്റ് എൻട്രി. രണ്ടാമത് കാണുന്ന ഒരു എൻട്രിയിൽ അല്ലെങ്കിൽ സ്പൈഡർമാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന ഒരു സമയത്തായിരിക്കും രണ്ടാമത് ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണാൻ പറ്റുന്നത്. ഇത് ഓൾമോസ്റ്റ് ഭയങ്കര വൈറലായ ഒരു ഫോട്ടോ തന്നെയായിരുന്നു ഈ ഒരു ലീക്ക്. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെ കുറച്ച് ഗ്രീൻ സ്ക്രീൻ ആയിട്ടുള്ള ബ്ലൂ സ്ക്രീൻ ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സീൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫീസ്റ്റിന് ട്രക്ക് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻമേ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റബിൾ ആ ഒരു ഓർഗനൈസേഷൻ ആണ് ഫീസ്റ്റ്. ആ ഒരു രീതിയിൽ അതുകൂടാതെ വേറെ ഒന്നും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ വെനത്തിന്റെ കുറച്ച് സീക്വൻസ് ഒക്കെ ഉള്ളൂ. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, എന്ന് സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ട്രെയിലർ ഇറങ്ങും.
അപ്പം ഇതിന് കറന്റ് മൂന്ന് റൂമേഴ്സ് ആണ് നിലവിലുള്ളത്. ഒന്ന് ഓഗസ്റ്റ് 10, അതായത് നമ്മുടെ സ്പൈഡർമാൻ ഡേ തീരുന്ന ദിവസം, അല്ലെങ്കിൽ ആഗസ്റ്റ് 10 ഒഫീഷ്യലി നമ്മുടെ പീറ്റർ പാർക്കറിന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 10-നാണ്. അന്ന് ഇറങ്ങാൻ നല്ല ചാൻസ് കൂടുതലാണെന്നാണ് ഒഫീഷ്യൽ റൂമർ നമ്പർ 1. റൂമേഴ്സ് മാത്രമാണ്, മാർവലോ സോണിയോ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇനിയും ഡിലേ ആക്കാതിരിക്കട്ടെ എന്ന് തന്നെ പറയും. രണ്ടാമത്തെ റൂമർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 ആണ്. ഓഗസ്റ്റ് 23യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ദിവസമാണ് നമ്മുടെ സ്വന്തം സോണി മൂന്ന് സിനിമകളുടെയും ഒരു ഔട്ട് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ നടത്തുന്നതെന്ന് പറയാം. അതായത് നമ്മുടെ മോർബിസ്, വെനം, പിന്നെ സ്പൈഡർമാൻ നോ വേ ഹോം, ഈ 3 സിനിമകളുടെയും ആ ഒരു പ്രസന്റേഷൻ നടത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫേസ് 4 അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് മൂവീസ് ഓഫ് ദി ഇയർ പ്രസന്റ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം വെനം ആൻഡ് മോർബിസ് കമ്പയർ ടു നോ വേ ഹോം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെയല്ല. നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്, സ്പൈഡർമാന് വെനത്തിന് കഴിഞ്ഞ വർഷം ഏകദേശം $1 ബില്യൺ അടുത്തോ കിട്ടിയുള്ളൂ. സോ സോണി എന്ന് പറയുന്ന ആൾക്കാർ കറക്റ്റ്, അതായത് വിൻ മാത്രം എടുക്കുന്ന ഒരു ആൾക്കാരാണ്. അവർ ഒരിക്കലും ലോസ്, ഡിസ്നിനെ പോലെ ബ്ലാക്ക് വീഡോ പോയെന്ന് ഉറപ്പിച്ചല്ല, ബ്ലാക്ക് വീഡോ പ്രതീക്ഷിച്ചത്രയും കിട്ടിയില്ലെന്ന് ഓർത്ത് ഉടനെ തന്നെ ജംഗിൾ ക്രൂയിസ് എടുക്കുന്ന ആൾക്കാരല്ല നമ്മുടെ സോണി. ഇറക്കുന്ന പടങ്ങൾക്ക് ഒരു റേഞ്ച് ഉണ്ടെന്ന് സോണി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കും തന്നെ അറിയാം ഈ ഒരു ലാഗ് അടിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഹൈപ്പ് കൂട്ടിയാൽ മാർക്കറ്റിംഗ് വലിയ അങ്ങ് കത്തി ഉയരുന്ന് തന്നെ പറയാം. സോ ആ ഒരു രീതിയിൽ നമുക്കറിയാം ഫാർ ഫ്രം ഹോമിന്റെ അവസാനം, അല്ലെ ഫാർ ഫ്രം ഹോം ആണ് ഇതുവരെ സോണി ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും അടുത്ത രീതിയിൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. കാരണം ഫാർ ഫ്രം ഹോം 2 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് വേറെ തന്നെയായിരുന്നു. സോ ആ ഒരു ലെവലിൽ എത്തിക്കാൻ തന്നെയാണ് വേണം. അത് കഴിഞ്ഞു ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതല്ലെന്ന് പറയുന്നത്. ബട്ട് ഫാർ ഫ്രം ഹോം തന്നെയാണ് ഇപ്പോൾ അവരുടെ ഇരിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ അടുത്ത കാലത്തിൽ എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നോക്കുന്ന നോ വേ ഹോം അവർക്ക് ഒരു വലിയ രീതിയിൽ ഹിറ്റ് ആക്കണം തന്നെയാണ്. കാരണം ഇവർ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സോ അവർ ഒരിക്കലും തിരിച്ചു കിട്ടിയാൽ മാത്രം പോരാ, അതിന്റെ ഇരട്ടികൾ മാത്രം തിരിച്ചു കിട്ടണം. ആ ഒരു രീതിയിൽ ഇവർ നല്ല രീതിയിൽ ഹൈപ്പ് കൂട്ടാൻ ലാടിപ്പിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സോണി എന്റർടൈൻമെന്റിലായിരിക്കും ഒഫീഷ്യലി ഇതിന്റെ ഒരു ട്രെയിലറും വരുന്നത്. മാർവൽ വരാൻ ചാൻസ് ഇല്ല, ഫുൾ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് വാല്യൂ ഫുൾ സോണിയാണ് എടുത്തിരിക്കുന്നത്. സോണിയിലോ വരാൻ ചാൻസ് ഉള്ളൂ. സോ ഓഗസ്റ്റ് 23 ആ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഒഫീഷ്യലി ആ ദിവസം രാത്രി യൂട്യൂബിൽ അതിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ റൂമർ നമ്പർ 3, ഈ ഒരു സാധനം അല്ലെങ്കിൽ ഓഗസ്റ്റ് 23 നടക്കുന്ന ഈ ഒരു പ്രസന്റേഷന് മുമ്പ് 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് മീഡിയാസ്. ആ ഒരു പ്രസന്റേഷൻ അതിലൊരു സോണി മാർവൽ അസോസിയേഷന് മാത്രം ഇത് ഇൻവോൾവ് ആവുമെന്നാണ് പറയുന്നതെന്നൊക്കെ കേട്ടത്. ബട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം എല്ലാ പ്രസന്റേഷനും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണല്ലേ. അപ്പം എന്നാ പറയുന്നത്, കൂടുതലൊന്നും പറയാനില്ല. ഓഗസ്റ്റ് 10 23 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ഈ ട്രെയിലർ കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്ക് ട്രെയിലർ ഇറക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം ഇതൊരു സ്പൈഡർമാൻ വീക്ക് അല്ലേ. അപ്പം നമുക്കെന്നാ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാം. ഞാൻ വെയിറ്റ് ചെയ്ത് മടുത്തെന്ന് തന്നെ പറയാം. നോ വേ ഹോം റിയലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള മേജർ ലീക്സ് ഓഫ് സ്പൈഡർമാൻ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ സീ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾ മാർവൽ DC കോമിക്സ് റിലേറ്റഡ് സ്റ്റഫൊക്കെയാണ് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം ടാറ്റ ബൈ സീ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.